കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. ഉച്ചപൂജ വളരെ കേമായിട്ടുണ്ട്. ഇന്ന് പൂജ ഉണ്ടായിരുന്നത്, ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരാണെങ്കിൽ കളഭാലങ്കാരം ഉണ്ടായത് മുന്നൂലം ഭാവോദിക്കനാണ്. വളരെ കേമായിട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ എന്ന് വെച്ചാൽ ചതുർബാഹുവായിട്ട് 4 തൃക്കൈകളോട് കൂടിയ ഉണ്ണിക്കണ്ണനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ ശ്രീലകത്ത് ഉള്ള യഥാർത്ഥ ഗുരുവായൂരപ്പൻ്റെ രൂപം ചതുർബാഹുവായ രൂപത്തിൽ വീണ്ടും കളഭം കൊണ്ട് ചതുർബാഹുവായ നാരായണനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കേമായിട്ട് അതിങ്ങനെ ഓരോ അംഗങ്ങളും നല്ല ക്ലിയറായിട്ട് കാണാനുണ്ട്. നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ആ വൈകുണ്ഠത്തിലിരിക്കുന്ന നാരായണ പ്രഭു അതന്നെ ഗുരുവായൂരപ്പൻ തന്നെ വളരെ കേമായിട്ട് ആ ഉണ്ണിക്കണ്ണനെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല തുളസിമാലകളുണ്ട്, തിരുമുടി മാലകളുണ്ട്, കയ്യിൽ കാലിൽ എല്ലാം തളകളുണ്ട്, കാൽത്തളകളുണ്ട്, കൈകളിലുണ്ട്. എല്ലാതും തികഞ്ഞ മര്യാദാ പുരുഷോത്തമനായ ആ ഒരു ഗുരുവായൂരപ്പൻ ആ ശ്രീലകത്ത് ഇങ്ങനെ വാഴുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഒരു ചെറു മന്ദസ്മിതമുണ്ട്. നമ്മൾ വരുന്ന ആളുകളെല്ലാവരും നോക്കിയിട്ട് അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ആ ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും കണ്ടുവരുന്ന ആളുകളെ, ഗുരുവായൂരപ്പനെ ദർശിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ തിരക്കൊക്കെ കഴിഞ്ഞ് തിരക്കിനുള്ളിൽ കൂടെ ചെന്ന് നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കുന്ന സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഗുരുവായൂരപ്പൻ്റെ ആ അസുലഭ രൂപം അത് ഏറ്റവും എന്താ പറയുക നിർവചനീയമായ അതാണ്. വളരെ അതിന് ഇപ്പോൾ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ആ ഒരു ഉൾക്കരുത്ത് കാണും നമ്മളവിടെ ചെന്ന് ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ. അത്രയും കേമായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പനും നമ്മളെല്ലാവരും അപ്പോൾ അവിടെ ചെന്ന് ആ ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന പോലെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. ചതുർബാഹുവായ ഗുരുവായൂരപ്പനെ കാണുകയാണ്. നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മൾ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനുള്ള ഏക മാർഗമായ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. കൃഷ്ണ ഹരേ.